CPM പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് എസ് രാമചന്ദ്രൻപിള്ളയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മീഡിയ വണ്ണോട് പങ്കുവയ്ക്കുവാൻ ഇന്നുള്ളത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. സഖാവെ, എന്താണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ? നല്ല വിജയം നേടും. ഞങ്ങൾ 3 കാര്യമാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, BJP തോൽപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരമാവധി വോട്ടും സീറ്റും കിട്ടണം. ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാവണം. ആ മതനിരപേക്ഷ ഗവൺമെൻറ്റിൻ്റെ നയസമീപനങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനിക്കാനാവണം. ഇത് 3ഉം നേടാനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് വളർന്നു വരികയാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാണിച്ചുകൊണ്ടാണല്ലോ കോൺഗ്രസും മറ്റ് ഇതര കക്ഷികളുമെല്ലാം പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. അതിനോട് CPM എപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കാമെന്നുള്ളൊരു അഭിപ്രായമാണ് എപ്പോഴും ഉന്നയിച്ചിട്ടുള്ളത്. എന്താണ് അത്തരത്തിലുള്ള? അല്ല, അദ്ദേഹം ജയിച്ചിട്ട് വേണ്ടേ? ജയിക്കാതെ പ്രധാനമന്ത്രിയാവില്ലല്ലോ. അദ്ദേഹം അമേഠിയിൽ പടക്കളത്തിൽ നിന്ന് ഓടി ഒളിച്ചയാളാണ്. ഇവിടെ ഞങ്ങളെയാണ് എതിർക്കുന്നത്. ഞങ്ങളും അദ്ദേഹത്തെ ഇവിടെ പരാജയപ്പെടുത്തും. അതുകൊണ്ട് ഇന്നിപ്പോൾ ആ ചോദ്യം അപ്രസക്തമാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇന്നത്തെ. അദ്ദേഹം അല്ലെങ്കിൽ അമേഠിയിൽ നിന്ന് ഒളിച്ചോടി ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഞങ്ങൾ തോൽപ്പിക്കാൻ ആവശ്യമായ കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആര് വേണം എന്നതിനെപ്പറ്റി തീരുമാനിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് അമ്പെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഒരു ദുർബലമായ കക്ഷിയായി തെരഞ്ഞെടുപ്പോടുകൂടി മാറും. അതുകൊണ്ട് തീർച്ചയായും ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് വരും. ആ മതനിരപേക്ഷ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയൂ. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ആ ഗവൺമെൻറ്റിൻ്റെ നയസമീപനങ്ങളെ സ്വാധീനിക്കാനുമാവും. ദേശീയ അടിസ്ഥാനത്തിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരു തിരിച്ചുവരവ് നടത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും നിലനിർത്തുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങൾ തിരിച്ചു വരും. കേരളത്തിൽ വലിയ വിജയം നേടും. ബംഗാളിൽ ഞങ്ങൾ മുന്നേറും. ത്രിപുരയിൽ ഞങ്ങൾക്ക് തീർച്ചയായും സ്ഥാനം നിലനിർത്താനാവും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വരും. ആ നിലയിൽ കരുത്താർജിച്ച ഒരു ഇടതുപക്ഷം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായിട്ടുള്ളൊരു അടവ് നയം എന്നുള്ള രീതിയിൽ പല സഖ്യങ്ങളും അനൗദ്യോഗിക സഖ്യങ്ങളും തീരുമാനിച്ചിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും അത് ലംഘിക്കപ്പെട്ടു. തമിഴ്നാട്ടിലടക്കം ചില ഉദാഹരണങ്ങളുണ്ട്. ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു സഹകരണ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നത്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇതേ ഒരു നയം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ കോൺഗ്രസിനാണെങ്കിലും CPMനാണെങ്കിലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനാണെങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമായില്ലായിരുന്നു. കോൺഗ്രസ് ഒരു BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നില്ലേ? പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് BJP എതിർക്കുന്നില്ല. BJPക്കെതിരായി മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഐക്യം വളർത്തിക്കൊണ്ടുവരുന്നതിനും അനുകൂലമായ നിലപാടല്ല കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ കാര്യം മാത്രമാണ് നോക്കുന്നത്, രാജ്യത്തിൻ്റെ കാര്യം നോക്കുന്നില്ല. ഞങ്ങൾ 2004 കോൺഗ്രസിനെ തോൽപ്പിച്ചുവെന്ന് 10-60ഓളം ആളുകൾ ജയിച്ചു വന്നു. BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ UPA ഗവൺമെൻറ്റിന് ഞങ്ങൾ പിന്തുണ നൽകി. ഇങ്ങനെ ഒരു തത്വാധിഷ്ഠ നിലപാടെടുക്കാൻ ഈ കോൺഗ്രസ്സിന് കെൽപ്പില്ലേ? അവർ പ്രായോഗികമായും BJP എതിർക്കുന്നതിന് അനുകൂലമായൊരു നിലപാടല്ല. ഉയർന്നു വരുന്ന BJP വിരുദ്ധ വോട്ടുകളുടെ ഏകോപന സാധ്യതകളെ അട്ടിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കേരളത്തിലോട്ട് വരാൻ നേരത്ത് എന്താണ് പറയാനുള്ളത്? ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇടതുപക്ഷം ഭാവിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർലമെൻറ്റിൽ എത്തുമ്പോൾ നൽകുന്ന സംഭാവനകളെ സംബന്ധിച്ചു തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഉറച്ച മതനിരപേക്ഷ നിലപാടുണ്ടാവൂ. ഇന്നിപ്പോൾ ഈ മതനിരപേക്ഷ നിലപാടിൽ ഗവൺമെൻറ്റിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ മുമ്പെല്ലാം പല നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. ആ നിലയിൽ ഇടതുപക്ഷം കരുത്താർജിച്ചെങ്കിൽ മാത്രമേ ഉറച്ച മതനിരപേക്ഷ നിലപാടിൽ അവരെ ഉറപ്പിച്ചു നിർത്താനാവും. അതുപോലെ ജനപക്ഷ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കണ്ടേ? ഇടതുപക്ഷം കരുത്താർജിച്ചെങ്കിൽ മാത്രമേ ആ ജനപക്ഷ സാമ്പത്തിക നയങ്ങൾ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് നടപ്പാക്കിക്കാനാവും. അതുകൊണ്ടാണ് 2 കാരണങ്ങളാലും ഉറച്ച മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ടുവരണം, ജനപക്ഷ സാമ്പത്തിക നയങ്ങൾ രാജ്യത്ത് നടപ്പാക്കണം. ഇടതുപക്ഷം കരുത്താർജിച്ചെങ്കിലേ കഴിയൂ. കേരളം അതിൻ്റെ വലിയ സംഭാവന നൽകും. ഏതായാലും വളരെയധികം നന്ദി. വളരെ സന്തോഷം. തീർച്ചയായും ഇടതുപക്ഷം കരുത്താർജിക്കണമെന്നും മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും തന്നെയാണ് CRP നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്.